ശരീരം, ഇതിൻ്റെയൊക്കെ നമുക്ക് ഉയർച്ചയ്ക്ക് വേണ്ടി എന്ന് വെച്ചാൽ ഒരു പ്രപഞ്ചത്തിൻ്റെ മറ്റുള്ള ജീവികളിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ അവരുടെ മാനസികമായ ഉയർച്ച, ബുദ്ധിപരമായ ഉയർച്ച, ശാരീരികമായ ഉയർച്ച, ഈ കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ ചിന്താശീലമുള്ള മനുഷ്യൻ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുന്നതിന് വേണ്ടി. സുപ്രസിദ്ധ കവിയായിട്ടുള്ള കാളിദാസൻ പറയുന്നത് ശരീരമാദ്യങ്കലു ധർമ്മസാധനം. നമ്മുടെ ശരീരത്തെ ബലവത്താക്കി തീർത്താൽ, സ്വാമി വിവേകാനന്ദനും അദ്ദേഹം പറയുന്നത് ഉരുക്ക് പോലുള്ള ശരീരം ആയിക്കഴിഞ്ഞാൽ മാത്രമേ അതിലാണ് നമുക്ക് ശക്തമായിട്ടുള്ളൊരു മനസ്സുണ്ടാവുള്ളൂ. ആ ശക്തമായ മനസ്സ് നമ്മുടെ വീടിനും സമൂഹത്തിനും രാജ്യത്തിനും ഒക്കെ ഉപകരിക്കും. അപ്പോൾ ആ ദുർബലതയൊക്കെ നീക്കി ശക്തമായ ഒരു മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരോഗ്യപരമായിട്ട് യോഗാസനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. യോഗ നമുക്ക് ശരീരത്തിൽ ഉപരി സൂക്ഷ്മ ശരീരത്തെയും സ്ഥൂല ശരീരത്തെയും പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യോഗ നിത്യേന ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ സ്ഥൂല ശരീരത്തിന് ഇന്നിന്ന യോഗാസനങ്ങൾ, സൂക്ഷ്മ ശരീരത്തിന് ഇന്നിന്ന യോഗാസനങ്ങൾ, യോഗയ്ക്ക് ഒരുപാട് പാഠ്യ പദ്ധതി ക്രമങ്ങൾ, ജീവിത ശൈലികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ ഇന്നത്തെ മനുഷ്യർക്ക് നേരമില്ലാത്തതുകൊണ്ട് വളരെ എളുപ്പമായിട്ട് സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനും ഒരുപോലെ ഉപകരിക്കപ്പെടുന്ന ഒരു വ്യായാമ മുറയാണ് സൂര്യ നമസ്കാരം. അത് എല്ലാ യോഗാസനങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മന്ത്രസഹിതമായിട്ടാണ് ഈ സൂര്യ നമസ്കാരം ചെയ്യുന്നത്. ബീജ മന്ത്രങ്ങൾ ഹ്രാം ഹ്രീം ഹ്രൂം ഹ്രൈം ഹ്രൗം ഹ്ര എന്നിങ്ങനെയുള്ള ബീജമന്ത്രങ്ങളും അതിനോടൊപ്പം തന്നെ സൂര്യദേവന്റെ 12-13 പര്യായങ്ങളും, ആദിത്യൻ, രവി, ഭാസ്കരൻ അങ്ങനെ തുടങ്ങിയുള്ള പര്യായങ്ങൾ അതിനോട് യോജിപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മാനസിക ആരോഗ്യവും ബുദ്ധിതലത്തിലുള്ള ആരോഗ്യവും ഈ ബീജാക്ഷരങ്ങൾ നമ്മൾ ചേർത്ത് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സർവോപരി ഉന്നതിയിലേക്ക് എല്ലാ യോഗാസനവും ചെയ്ത ഒരു ഫലം ഈ സൂര്യ നമസ്കാരത്തിലൂടെ നമുക്ക് നേടാൻ കഴിയും. അതുകൊണ്ടാണ് ഈ വിവേകാനന്ദ സാർദ്ധസതി സമിതിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഈ സൂര്യ നമസ്കാരത്തെ ഈ നാട്ടിലെ എല്ലാവർക്കും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുവാനും നമ്മുടെ അതൊരു ജീവിതചര്യയായിട്ട് തുടരുവാനും വേണ്ടി നമ്മൾ ഇന്ന് ഇവിടെ സ്ഥിരമായിട്ട് സൂര്യ നമസ്കാരം ചെയ്തു വരുന്നവരുണ്ട്. അപ്പോൾ അവർ ആ സൂര്യ നമസ്കാരം ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കും. അത്തരത്തിൽ പിന്നീട് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ആ സൂര്യ നമസ്കാരത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അതിൻ്റെ ഓരോ പൊസിഷൻ്റെയും ശാസ്ത്രീയമായിട്ടും അത് ഏതേത് രീതിയിലൊക്കെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് സംശയമുള്ളവർക്ക് ഈ വിവേകാനന്ദ സമിതിയായിട്ട് ബന്ധപ്പെടാം. അല്ലെങ്കിൽ നമ്മുടെ വിവേകാനന്ദ കേന്ദ്രം കൊടുങ്ങല്ലൂരിലുണ്ട്. അപ്പോൾ ആ വിവേകാനന്ദ കേന്ദ്രത്തിൽ നിന്ന് സുധാകർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആ സൂര്യ നമസ്കാരമാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. വീണ്ടും വിശദമായിട്ടുള്ള കാര്യക്രമത്തിലേക്കൊക്കെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ സൂര്യ നമസ്കാരം ഇപ്പോൾ അതിൻ്റെ പ്രദർശനം ഇപ്പോൾ ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് നമ്മുടെ പൊതുയോഗം ഉണ്ടായിരിക്കുക. നമസ്കാരം ചെയ്യുന്നവര് ചെയ്യാത്തവരോട് തന്നെ നിൽക്കാതെ ഞങ്ങൾക്ക് ശീതക്ക് വെച്ചിട്ട് എല്ലാവരും ചെയ്യുക. കറക്റ്റ് പൊസിഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ പഠിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വളയുന്നു. മനസ്സിലായില്ല? അപ്പോൾ എല്ലാവരും ഇതിൽ കൈയും കാലൊക്കെ ചേർത്ത് വെക്കാം.
सदा सवित्रमण्डलमध्यवर्ती नारायणा सरसिदासन संयविष्टां केयूरवान् मकरकुण्डलवागीर् आरीहिरण्मयवपुत्रुतशङ्कुचक्रा ॐ रुद्राय नमः। ओम देवये नमः। ओम सूर्याय नमः। ओम भानवे नमः। ഒരെണ്ണം കൂടി ഉള്ളൂ കഴിഞ്ഞിട്ടാ. ओम शिवाय नमः। आदित्यस्य नमस्कारान् ये कुर्वन्ति दिने दिने आयुर्प्रज्ञाफलं वीर्यं तेजस्तेषां च जायते। അടുത്തായിട്ട് പ്രാർത്ഥനയാണ് ശ്രീ മാനസ.